അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കുമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധ്യാനചിന്തയാണ്. മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ട് വിശ്വസിച്ചു. അത് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ പത്രോസാണ്. കർത്താവിൻ്റെ ശവക്കല്ലറയിൽ ആദ്യം വന്നത് മേരി മാഗ്ഡലിനാണ്. അവൾ കണ്ട നെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ അവർ ഓടി, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. യോഹന്നാൻ കല്ലറയുടെ വാതിക്കൽ നിന്നും അകത്തേക്ക് നോക്കി കച്ച ചുട്ടു വെച്ചിരിക്കണ കണ്ടു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത്. മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്രോസും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. എന്തൊക്കെ കണ്ട് വിശ്വസിച്ചത്? കച്ച ശിരസ്, കർത്താവിൻ്റെ തലപ്പാവ് മൂലക്ക് ചുട്ടു വെച്ചിരിക്കണ കണ്ടു. കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത്. യോഹന്നാൻ 20:1 ഞാൻ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം, മേരി മഗ്ദലിൻ,
ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ അപ്പൊ ശവകുടീരം കാണിക്കാൻ തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് അതിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി 2 കാഴ്ചകളായി. ഒന്ന് ശവകുടീരത്തിലേക്ക് വന്നു, ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു, രണ്ടാമത്തെ കാഴ്ച ആയി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത്. മൂന്നാം കാഴ്ച. രണ്ടാം കാഴ്ച, ആദ്യ കാഴ്ച എന്തായിരുന്നു? കല്ലറ. രണ്ടാം കാഴ്ച എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത്. മൂന്നാം കാഴ്ച എന്താണ്? കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും. നാലാം കാഴ്ച, കച്ച അവിടെ കിടക്കുന്നതും. തലയിൽ കെട്ടിയിരുന്ന തൂവാല. അഞ്ചാം കാഴ്ച, തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കുന്നത്. 5 കാഴ്ചകളാണ് കാണുന്നത് ഇവര്. എന്തൊക്കെയാണ് കണ്ടത്? കല്ലറയുടെ കല്ല് മാറ്റിയത്, അകത്ത് കച്ച കിടക്കണത്, പിന്നാലെ വന്ന ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കച്ച കിടക്കുന്നത് കണ്ടു, കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ 5 കാഴ്ചകളുണ്ട്. അപ്പം കാഴ്ചകളും കാണലുകളുമായിട്ട് ആണ് ഈ ഈസ്റ്റർ നറേറ്റീവ്സ് പുരോഗമിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഈ 5 കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും. അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത്. എന്താണ്? ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം. ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുക തന്നെയല്ല, ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല. എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ, ഒരു വിഷൻ ആവശ്യമില്ലാതെ, കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട്. 5:6 എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ ഒരു അടയാളവും ഇല്ല, അനുഭവമില്ല, അതിശയവുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവസ്നേഹമുള്ളവന് എന്താണ്? ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും. ഇതാണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്, നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം. അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അമ്മ ഒരു അടയാളം, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാഞ്ഞു പോകുന്ന മറിയം
പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്രയുള്ള സമയത്ത് നറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു. മേരി മാഗ്ഡലിനേക്കുള്ള അപ്പോസ്തലന്മാർക്ക് മുകളിലാണ് അമ്മയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഒരടയാളം കാണാത്ത കാലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിമോൾ മാർട്ടിൻ, എൻ്റെ പപ്പ മാർട്ടിൻ പോൾ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ ഈശോ പരിശുദ്ധ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ 2023 +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ ഞാൻ 2 മൊഡ്യൂൾ ക്ലിയർ ചെയ്തു. പിന്നീട് പലവട്ടം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും വല്യപ്പച്ചനും വല്യമ്മച്ചും ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴൊന്നും എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോവിഡൊക്കെ വന്ന് പിന്നെ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2024 നവംബർ 24-ാം തീയതി ഞാൻ ആദ്യമായിട്ട് കൃപാസന ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. പിന്നെ ഡിസംബർ 7-ാം തീയതി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഒരു എക്സാം ഡേറ്റ് കിട്ടിയിരുന്നു 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പോയി കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം തേച്ചു. അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1 മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു. 3 മൊഡ്യൂൾ അങ്ങനെയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 2025 ഏപ്രിലിനുള്ളിൽ ജർമ്മനിക്ക് പോകാൻ പാകത്തിന് എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവർ ഫുൾ മൊഡ്യൂൾ ആവാണ്ട് ഇൻ്റർവ്യൂ തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി മാസത്തേക്ക് അവരൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അവിടെ ഞങ്ങൾക്ക് ഏജൻസിയിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ഉപ്പ് വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു. ഏപ്രിലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഗസ്റ്റ് മാസം അവിടെ കോഴ്സിന് കയറാൻ പാകത്തിന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏജൻറ്റുമാരൊക്കെ ഭയങ്കര പൈസ 60,000 80,000 രൂപയ്ക്ക് പറയണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം പൈസ കൊടുക്കാണ്ട് എടുക്കാൻ പാകത്തിന് ഞങ്ങൾ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് എക്സ്റ്റൻഷൻ തരുമോ എന്നിങ്ങനെ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ കിട്ടുകയാണെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലൊക്കെ സെറ്റാക്കി ഫോണിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെയ്യില്ല ഞാൻ മെയിൽ അയച്ചു. അവർ എനിക്ക് അമ്മ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ B2 4ാമത്തെ മൊഡ്യൂളും കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് എക്സാം ഡേറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതും 1 മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് തന്നെ ഏജൻസി ഭയങ്കര പൈസ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് അത് എഴുതാമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ എക്സാം ഡേറ്റ് ഏജൻറ്റ് ഫീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. അച്ഛൻ ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു. അച്ഛൻ കാശ് രൂപം തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡൊന്നും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ അതിൽ ഇങ്ങനെ 44 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വൈകുന്നേരം എന്തോ അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ദിവസം തൊട്ട് 44ാമത്തെ ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എക്സാമിന് പോയി. അവിടെ ഉപ്പ് വിതറി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 4 മൊഡ്യൂളും ക്ലിയറായി.
പിന്നെ വീണ്ടും വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നവംബർ മാസത്തേക്ക്. അതും പൈസ കൊടുത്തെടുത്തു, പക്ഷേ അതും പിന്നെയും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടെടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നു. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു. നവംബർ മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് കാശ് രൂപം തന്നു. അത് എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സിൽ വെച്ച് കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബറിൽ ഞാൻ കൊണ്ടുപോയി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോയി ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് നല്ല റിജക്ഷനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും വെച്ചിട്ട് എല്ലാവർക്കും റിജക്ഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ വീണ്ടും കയറി വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എങ്ങാനും അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാലോ എന്ന് ഓർത്ത് സമയം പോകണ്ടെന്ന് വെച്ച് അവരത് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എന്നോട് ഇടാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇട്ടില്ല. അമ്മയ്ക്ക് തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ പകുതിക്ക് എനിക്ക് എൻ്റെ വിസ വന്നു. ടിക്കറ്റ് എടുത്തു. ജാനുവരി 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കറുത്ത പാലുണ്ണി പോലെ ഒരു സാധനം കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ജർമ്മനിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുപോലെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, അത് പോവും, അമ്മ അത് മാറ്റിത്തരും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തൈലം തേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കേണ്ട ഞാൻ കണ്ടു. ഇതേ സംഭവം തന്നെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ കാരണം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പോയി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അമ്മ മാറ്റിത്തരും, ഉറപ്പായിട്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൈലം തേച്ചു. പിന്നെ ആ കേസ് വിട്ടുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, ഈ തൈലം തേച്ചില്ലേ, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചു. പിറ്റേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ തേച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതവിടെ ഇല്ല, അത് അവിടെ പോയി. അമ്മ അതെനിക്ക് മാറ്റിത്തന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ ഒക്കെ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ആകെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവും. പിന്നെ കുമ്പസാരമൊക്കെ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരമൊക്കെ റെഗുലറായിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിള് ഞാൻ പുതിയ നിയമം മൊത്തം വായിച്ചു, പഴയ നിയമം റെഗുലറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറാൻ സാധിച്ചു. പിന്നെ എനിക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ആരോടും ക്ഷമിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും തൈലം വിമ്മ തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അപ്പച്ചമാരും അമ്മച്ചിമാരെയും കണ്ട് സംസാരിക്കും, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വാരിക്കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. പിന്നെ അവിടെയും ഓൾഡ് ഏജ് ഹോമിൽ കൊടുക്കും. അവിടെ അവർക്ക് അമ്മേനെ പറ്റി അറിയാത്തവർക്ക് ഞങ്ങൾ ഭാഷണമ്മേനെ പറ്റി പറഞ്ഞു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ സാമ്പത്തികം പോലെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അങ്കമാലി സ്റ്റാൻഡിലും ടൗണിലൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ പപ്പയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ കാലടിയിൽ നിന്നു പറഞ്ഞു. ഞാൻ 2025 ഈ വർഷം മാർച്ച് മാസം 23-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പം 2 പ്രാവശ്യം പുതുക്കി. എൻ്റെ ഉടമ്പടിയിലെ പ്രധാന നിയോഗങ്ങളിൽപ്പെട്ടതായിരുന്നു എൻ്റെ മകളുടെ 4 മൊഡ്യൂളും പാസ്സായിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഒരു വർക്ക് അതുണ്ടായി, മകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മകളുടെ കാര്യം ഇപ്പോൾ റെഡിയായി. മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞു, മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും കുറേ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസത്തിൽ അടുത്ത് ഉറച്ചൊന്നും നിൽക്കണ്ടായിരുന്നില്ല. വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബലമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പാടുള്ള എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിച്ച് നല്ല രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പുറത്ത് പോയേക്കാണെങ്കിൽ ഞാൻ വരാൻ വൈകാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലും, ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനില്ലാതെ ഒരൊറ്റ ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറില്ല. അതിന് എൻ്റെ കുടുംബത്തിലെല്ലാവരും ഞങ്ങളൊന്നിച്ച്, ഞങ്ങളിപ്പോൾ 3 ആളുള്ളൂ, എല്ലാവരും ഒന്നിച്ച് തന്നെ നല്ല ഭക്തിയോടുകൂടി സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ടൊക്കെ ദിവസങ്ങളോളം മിണ്ടാതെ നടന്നൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ തോന്നിയവരോട് എനിക്ക് മനസ്സിൽ ഭയങ്കര വൈരാഗ്യബുദ്ധി പോലെ അത് മാറാത്ത രീതിയിലൊക്കെ അവരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ വളരെ സന്തോഷം, അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഉടമ്പടി മൂലം ഉണ്ടായതാണ്. എനിക്ക് ഞാൻ എൻ്റെ കുടുംബവും പാടുന്നിടത്തോളം കാലം ഉടമ്പടിയിൽ ജീവിക്കുകയും മാതാവിൻ്റെ ഭക്തരായി ജീവിക്കാനും സാധിക്കണമെന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മകൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ പത്രമൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ പത്രം എടുത്ത് എല്ലായിടത്തൊക്കെ കൊടുക്കാറുണ്ട്. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എൻ്റെ അറിവിലുള്ള രോഗികൾ ആരോടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. രാത്രി ഏത് ടൈമിലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറ്, അവർക്ക് ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും മകൾ പോണ സെൻറ്ററിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ഞായറാഴ്ചകളിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളൊക്കെ സാമ്പത്തികമായിട്ട് ചുറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ മാതാവാണ്. കൃപാസന മാതാവിന് എൻ്റെ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. പോൾ പള്ളിക്കൽ, ഇതെൻ്റെ ഭാര്യ സിജിമോൾ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞത്, ഈ പുണ്യഭൂമിയിൽ ഒരിക്കൽ കൂടെ കാല് ചവിട്ടാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനും കഴിയുന്നത് ഒരനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഒരുപാട് നന്ദി. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴാണ്. ഇവിടെ 2019 എൻ്റെ ഫാദർ മരിച്ചപ്പം ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നു. അന്നെനിക്ക് ടെമ്പററി ആയിട്ടൊരു ജോലി കിട്ടിയത്. ഒരുപാട് കാലത്തെ ശേഷമാണ് ആ ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ കൃപാസനം വരെ ഒന്ന് പോകണം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന് തിരിച്ചു പോകാം എന്ന് കരുതിയാണ് ഇവിടെ വന്നതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമെന്ന് പറയട്ടെ, എനിക്ക് തന്നെ തോന്നി ഒരു ഉടമ്പടി എടുക്കാമെന്ന്. ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു ഉടമ്പടി എടുത്തു, തിരികെ പോയി. അന്ന് ആ ജോലി എനിക്ക് കിട്ടി. ആ ജോലി കിട്ടി എന്ന് മാത്രമല്ല, അന്ന് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ജോലിയായിരുന്നു. ആ ജോലിയാണ് ഞാൻ ഇന്നും തുടരുന്നത്. അമ്മയുടെ മാധ്യസ്ഥത്താൽ, തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ ജോലിയിൽ പ്രൊമോഷനും കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിലൂടെ. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. 2023 ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനുശേഷവും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും വലുത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർക്കറിയാം, ഈശ്വരവിശ്വാസം ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. പള്ളിയിൽ പോകൽ വളരെ കുറവായിരുന്നു. പ്രാർത്ഥിക്കുന്നതോ ബൈബിൾ വായിക്കുന്ന ഒരു അലർജി ആയിട്ട് കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത്, വീട്ടിൽ സന്ധ്യപ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തോടെ ഇരുന്ന് ചെല്ലാനുള്ള ഒരു കൃപ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും അത് കൂടുതൽ കൂടുതൽ വായിക്കാനും ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചതും ഈ ഉടമ്പടി എടുത്തതാണ്. അതിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരുപാട്
മറ്റുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞങ്ങൾ അമേരിക്കയിലെ ഫ്ലോറിഡ എന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ 2 കുട്ടികളുണ്ട്, അവരിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മലയാളം കുർബാന കാണണമെന്നും അവരെ ആ കുർബാനയിൽ പങ്കെടുപ്പിക്കണം, അവിടുത്തെ കാറ്റഗിസം, അവിടുത്തെ മലയാളി കുട്ടികളായിട്ട് ഒന്ന് ഇടപഴകാനുള്ളൊരു അവസരം കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട് അവിടേക്ക് പോകാൻ. പക്ഷെ അതുമാത്രമല്ല, വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ജോലി വീക്കെൻഡിലാണ്, സാറ്റർഡേ സൺഡേ. അപ്പോൾ ഒരിക്കലും ഈ കൊച്ചുങ്ങളെ കൊണ്ട് എനിക്ക് തന്നെ അത്രയും ദൂരം പോയി വരാനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയാണ് അത് ഏറ്റവും കൂടുതൽ അതിനെ ഊർജ്ജസ്വലമായിട്ട് അവൾ എടുത്തില്ലെങ്കിലും അതിനെ പാലിക്കാൻ ശ്രദ്ധ ചെലുത്തിയതും എനിക്കൊരു എന്താ പറയുക, ഒരു എൻകറേജ്മെൻറ്റ് എപ്പോഴും കിട്ടിയത് അവളിൽ നിന്നാണ്. അപ്പോൾ ഈ അച്ഛൻ 2025 ജൂൺ മാസം 11-ാം തീയതി ഫിലഡൽഫിയയിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് 18 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് അച്ഛനെ ഒന്ന് കണ്ടേക്കാം, അച്ഛനെ കാണണം എന്നൊരു അദമ്യമായ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അതിൽ വെച്ച ആ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് ഞങ്ങൾക്കൊരു കുർബാന കാണണം, മലയാളം. ഞങ്ങളുടെ കൊച്ചുങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ അതിനൊരു വഴി തുറന്നു തരണമെന്നായിരുന്നു. പ്രത്യേകിച്ച് അവൾക്കൊരു ജോലി മാറ്റം ആവശ്യമായിരുന്നു. അവളിപ്പോൾ നിലവിൽ ചെയ്ത് വർഷങ്ങളായിട്ട് അവളുടെ ഒരു ആഗ്രഹമാണ് വേറൊരു ജോലിയിലേക്ക് കയറണമെന്നുള്ളത്. അപ്പോൾ അവളത് ആ ഉടമ്പടിയിൽ വെച്ചു. ദൈവകൃപയാലെ ആ ഉടമ്പടി വെച്ച് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് വന്ന ഉടനെ തന്നെ അവൾക്ക് ആ ജോലി മാറ്റം കിട്ടുകയും ഞങ്ങൾക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് അത്രയും ദൂരം ഉണ്ടെങ്കിലും പോയി അവരെ കാറ്റഗിസത്തിനും ആ മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിനും ചേർക്കാനും പറ്റി. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞങ്ങൾ പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും കിട്ടാതിരുന്ന മറ്റൊരു കാര്യമാണ് ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ മാസത്തിലൊരിക്കൽ വരാനും ഒരു അനുഗ്രഹം കിട്ടി. അത് പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലൂടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ കുട്ടികളെ കൊണ്ട് പോയി അവിടെ പോയി മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിൽ പങ്കെടുപ്പിക്കാനും കഴിയുന്നുണ്ട്. ആ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ കൂടുതലായിട്ട് പറയും, ഞാൻ അവൾക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ഞാൻ USA 20 വർഷമായിട്ട് റീഹാബിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് സൺഡേകളിൽ അവധിയെടുത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോകണം. കാരണം നമുക്ക് കിട്ടിയ വിശ്വാസം പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളൊരു മാതാപിതാക്കളുടെ കടമയാണ്. കർത്താവേ, എനിക്കത് പറ്റുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. പക്ഷേ അങ്ങനെ വിശ്വാസത്തോടെ ഞങ്ങൾ കഴിഞ്ഞ 2025 ജൂണിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കും സൺഡേകളിലാകെ ഇല്ലാത്ത ഡയാലിസിസ് മാത്രമാണ്. അപ്പോൾ അവിടേക്ക് എനിക്കൊന്ന് മാറാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ നമുക്കൊക്കെ അവിടെ റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജോലി മാറ്റം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ അമ്മയുടെ മുന്നിൽ ഞാൻ ഈ അപേക്ഷ വെച്ചേക്കുന്ന അമ്മ തന്നെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. ഞാൻ ജൂണിൽ റെസ്യൂമിയൊക്കെ റെഡിയാക്കി ജൂലൈയിൽ ഞാൻ ഇടുന്നു. ജൂലൈയിൽ അവസാനം ഞാൻ രാവിലെ റെസ്യൂമി സബ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം എനിക്കൊരു ഇമെയിൽ വരുന്നു, പ്രിലിമിനറി ആൻസർ ചെയ്യണം പറഞ്ഞുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ അതുപോലെ ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അത് സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വരുവാണ് ഇന്ന ദിവസം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റർവ്യൂവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ കർത്താവ് ഇത് ശരിക്കും അമ്മയുടെ ആ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ ആ ഉടമ്പടിയിലൂടെ അതെ എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ ഞാൻ കാണുന്നു. ഞാൻ ആ ദിവസം തന്നെ ഞാൻ പോയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലവും എടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കയറി ചെന്നു. അതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് കുറേ എല്ലാം പ്രിപ്പയർ ചെയ്തു. എനിക്കിപ്പോൾ കുറേ നാളായി അവരടുത്ത് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ടില്ലാത്തതാണ്. ഇൻ്റർവ്യൂവിനെ പറ്റി ചെറിയ പേടിയുണ്ട്. അപ്പോൾ എന്താണ് അവർ ചോദിക്കുന്നത്, ഡയാലിസിസ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആകപ്പാട് ഇങ്ങനെ വിഷമത്തിലായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മാഡത്തിന് കൈ കൊടുത്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ അമ്മ തന്നെ വരണമെന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്നോട് എൻ്റെ പേര് ചോദിച്ചിട്ട് നേരെ പുള്ളിക്കാരത്തി എന്നെ ഓറിയൻറ്റേഷൻ ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഓരോന്ന് കാണിച്ച് തരുവാണ്. അതാണ് ഇതിങ്ങനെ പറയുന്നത്. സാധാരണ എല്ലാവരും നമ്മളെ നേരെ നമ്മുടെ റെസ്യൂമി നോക്കും, എവിടെ ജോലി ചെയ്തത്, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് പകരം പുള്ളിക്കാരൻ നേരെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ അറിയിക്കാം. അപ്പോൾ എനിക്കൊരു കുറച്ച് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ലേ.
അപ്പം ഞാനാകെ ഇതായി. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഒരു 3-4 ദിവസത്തിനകം പുള്ളിക്കാർ തന്നെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാവോ, ഇന്ന ദിവസം നിനക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് ഞാൻ ജൂൺ 10-11 ദിവസങ്ങൾ ഉടമ്പടി എടുക്കുന്നു. ജൂലൈ അവസാനം ഞാൻ റെസ്യൂമി ഇടുന്നു. ഓഗസ്റ്റ് 25-ാം തീയതി എന്നെ ഞാൻ ഫസ്റ്റ് ഡേയിൽ എൻ്റെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഡയറക്റ്റ് ഇടപെടലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നാൾ ഒരു ജോലി കയറി ഒരാൾക്ക് വേറൊരു ഫീൽഡിലേക്ക് മാറുക എന്നുള്ളൊരു ഒത്തിരി പാടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും ഇറക്കുറൂ, ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഉടമ്പടിയിലെടുത്ത ഒരു പ്രത്യേകത, എനിക്ക് പരിശുദ്ധ അമ്മ തന്ന ജോലിയാണിത്. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പ്രഖ്യാപിച്ചു. അവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഉടമ്പടി നിന്ന് കഴിഞ്ഞാൽ അമ്മയുണ്ട് മുന്നിൽ. നമ്മൾ അമ്മയുടെ ശക്തമായ കരുത്തിൻ കീഴിലാണ് നമ്മളെല്ലാവരും. 1 പത്രോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിങ്കിൽ താഴ്മയോടെ നിൽക്കുക, നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുന്നൊരു വചനം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്ക് കാണും, ഫീൽ ചെയ്യും. അതുപോലെ മക്കൾക്കാണെങ്കിലും അവരെ പറഞ്ഞു കൊടുക്കാനും കൊന്ത പഠിപ്പിക്കാനും, അതുപോലെ എനിക്ക് സൺഡേകളിൽ ജോലി ഇല്ലാത്തത് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. കർത്താവ് മീൻസ് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോയി അവരുടെ കൂടത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതും വലിയൊരു സന്തോഷമായിട്ട് പരിശുദ്ധ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നു. അതുപോലെ ഒരുപാട് ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉടമ്പടി പത്രം, ഇപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ട്രാവലിൽ തന്നെ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് പത്രം എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് കയറിയ ഒരു മകൻ, ഓട്ടിസമുള്ള ഒരു 10-13 വയസ്സുള്ള മകൻ ഇങ്ങനെ ഓടി നടക്കുവാണ്. എവിടെ ചെന്നാലും അവൻ്റെ കൂവലും കരച്ചിലുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, നിൻ്റെ ഇരിക്കുന്ന ഇംഗ്ലീഷ് പത്രം നീ ആ മകൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ മോളോട് പറഞ്ഞ്, ഇതൊരു അത്ഭുതം നടക്കുന്ന പരിശുദ്ധ അമ്മയോട്, ഇത് ഒരു ഹൈദരാബാദിയാണ്. അപ്പോൾ ഞാൻ ആ പത്രം കൊടുത്തു. അതായത് നമ്മുടെ ഉള്ളിൽ വന്ന് അമ്മ പറയും, ഇതേ ഇന്ന ആൾക്ക് ആ പത്രം കൊടുക്കുന്നേ. അപ്പോൾ ആ ഒരു സ്വരം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഒരുപാട് എന്നെ സഹായിച്ചു. കുടുംബത്തെ ചേർത്ത് നിർത്തി, നമ്മൾ കുടുംബങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അതുപോലെ ഒരുപാട് എൻ്റെ ഞാൻ നേഴ്സായിട്ട് ജോലി ഞാൻ പറഞ്ഞു, എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞാൽ നമുക്ക് ഒരു ശകല സമയം ജോലി കിട്ടുകയില്ല. അത് പോയിട്ട് അവരടുത്ത് പോയി നിന്ന് നേരെ അവർ ശുശ്രൂഷിക്കാനും, നമുക്ക് ഏടുകൾ ചെയ്യേണ്ട പണികൾ പലപ്പോഴും നമ്മളെടുത്തുകൊണ്ട് അപ്പോഴെല്ലാം പറയും, നീ ഉടമ്പടിയിലാണ്, എൻ്റെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ അവർക്ക് കൃപ കിട്ടുന്ന രീതിയിലാണ്. എൻ്റെ മക്കൾ ഒരു കൊച്ചുമക്കളാണ്. ഈ 2 കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്ന കുറച്ച് 10-13 വർഷത്തിന് ശേഷം ദൈവം തന്ന 2 ദാനങ്ങളാണ്. എനിക്ക് കിട്ടിയ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് തലമുറാനും അവർക്കും കൃപാസന അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ അമ്മ മാതാവിൻ്റെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിക്കുമ്പോഴത്തേക്കും മോൻ പറയും, അമ്മ ഇത് കൃപാസന. ഞങ്ങൾ പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മൾ ആ പള്ളിയിലാണ് പോകുന്ന, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലും നമ്മളെന്ന്. അതുപോലെ എൻ്റെ മോക്ക് അമ്മയുടെ എണ്ണയിലൂടെ ഈ കൊതുക് കുത്തി കുഞ്ഞിൻ്റെ മേത്ത് എപ്പോഴും വലിയ ബബിൾ പോലെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒരു സ്നാതി വിശ്വാസ പ്രമാണം ചെല്ലിട്ട് പറഞ്ഞു, അമ്മ നാളെ രാവിലെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാട് പോലും അമ്മ കാണിക്കില്ലേ. ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. വളരെ അത്ഭുതമായിട്ട് ഒരു പാട് പോലും ഇല്ലാതെ അമ്മ പൂർണ്ണമായിട്ട് അത് മാറ്റി എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. കറൻ്റ്ലി ഞാൻ ചണ്ഡീഗഡിലാണ് പോസ്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ 2022 നവംബർ 18-നാണ് കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ 9 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ആദ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് 1 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് 2ാമതാണ് ആൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത്. അതിന് എന്നെ അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈഫിന് കിട്ടിയ ഒരു സൗഖ്യത്തെക്കുറിച്ചാണ്. അതിനുമുമ്പ് ഇത് എൻ്റെ വൈഫ് അലീന, ഇത് വൈഫിൻ്റെ അമ്മ രാജി, ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് മേടിച്ച് തന്ന ഞങ്ങളുടെ കുഞ്ഞ് ആൻ്റോണിയോ. വൈഫിന് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ച് വൈഫ് തന്നെ പറയുന്നതായിരിക്കും. 2023 ഫെബ്രുവരി 16-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. അതിനുശേഷമാണ് എനിക്കൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വജൈനൽ സെപ്റ്റം ഉണ്ടെന്ന് മനസ്സിലായത്. അതൊരു തിക്ക് ഹൈമനാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് അതൊരു സെപ്റ്റമാണെന്ന്. അത് സെപ്റ്റം 2 രീതിയിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും. അപ്പോൾ എൻ്റെത് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സെപ്റ്റം ഉള്ളിലോട്ടും കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സർജറി ചെയ്യേണ്ടി വരും. സർജറി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതൊരു റെയർ കേസുമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പല ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ചപ്പോഴും അവരെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും എന്ത് ചെയ്യണം അറിയാതെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് വിവാഹത്തിന് മുമ്പ് തന്നെ ഉടമ്പടിയിലായിരുന്നു. ഫെബ്രുവരി 28-ാം തീയതി ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഈ രോഗസൗഖ്യവും നിയോഗം വെച്ചിരുന്നു. അമ്മയും ഇതേ രോഗസൗഖ്യ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തിരുന്നു.
സ്കാനിങ്ങിന് പോകുമ്പോഴും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഒക്കെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്കാനിങ് ചെയ്തപ്പോൾ ഈ സെപ്റ്റം ഉള്ളിലോട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഒരു വലിയൊരു അനുഗ്രഹവും വലിയൊരു ആശ്വാസവും ആയിരുന്നു. ദിവസവും ഞാനും ഹസ്ബൻഡും ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, ഈ 2 വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. ഞങ്ങൾ ഫോൺ വഴിയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറി ഒക്കെ ചെയ്യുന്നത് CMC വെല്ലൂരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 14 CMC വെല്ലൂർ ചെന്നു. CMC വെല്ലൂർ ചെന്ന് ഡോക്ടർ ലില്ലി വർഗീസിനെ കണ്ടു. ഡോക്ടർ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ല ദൈവവിശ്വാസമുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ലില്ലി വർഗീസ്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സെപ്റ്റം ഒന്നും അല്ല, ഇതിന് സർജറി, ഞങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ് ഡോക്ടറുടെ അടുത്തു നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് സെപ്റ്റം ഒന്നും അല്ല, ഇതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് ഒരു ത്രെഡ് ചെയ്യുന്ന വേദന. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അപ്പം വേദന എടുക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഒരു ത്രെഡ് ചെയ്യുന്ന വേദന എടുക്കുകയുള്ളൂ, ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ലോക്കൽ അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം ഏപ്രിൽ 15 ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അന്ന് ഓപ്പറേഷൻ OP ഡേ അല്ലാഞ്ഞിട്ട് പോലും ഡോക്ടർ ഒരു ദൈവിക ഇടപെടൽ എന്നോണം ഡോക്ടർ രാവിലെ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 15 രാവിലെ ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു. ഡോക്ടർ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ബാൻഡ് പോലെ മാത്രം ഉള്ളായിരുന്നു, അത് കട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് തന്നു. ലോക്കൽ അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമില്ല, എനിക്കൊരു ഉറുമ്പ് കടിക്കുന്ന പോലും വേദനയും എടുത്തില്ലായിരുന്നു. സെപ്റ്റം മാതാവ് ഒരു ജസ്റ്റ് ഒരു ബാൻഡ് പോലെ ആക്കി തന്നു. ഇത് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സംഭവിക്കാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. എങ്കിലും 1 കോടി നന്ദി. തുടർന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഉടമ്പടി പുതുക്കുമ്പോഴും അത് കഴിഞ്ഞുള്ള പുതുക്കലിലും എല്ലാം കുഞ്ഞാവയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞാവയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും കുഞ്ഞാവയൊന്നും ആകാത്തതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ മറിയം ത്രേസ്യ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫിൻഡോയെ പോയി കണ്ടു. ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ 2 മാസത്തിനുള്ളിൽ കുഞ്ഞാവ ആയിക്കോളും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്പേമിൻ്റെ ഓവത്തിൻ്റെയൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സൊക്കെ തന്നു വിട്ടു. പക്ഷേ 2 പ്രാവശ്യം നോക്കിയിട്ട് ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫലമൊന്നും ഉണ്ടായില്ല. നിരാശപ്പെട്ട് ഞങ്ങൾ 2024 സെപ്റ്റംബർ 5 ഞാൻ 5ാം തവണ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരികയും ഈ നിയോഗം പുതുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ അന്ന് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയുടെ നടയിലിരുന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ പിറന്ന ഈ മാസം തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞാവയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയാക്കണേ എന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ആ മാസം തന്നെ സെപ്റ്റംബർ മാസം തന്നെ വൈഫ് കൺസീവായി. അതുവരെ ഞങ്ങളിങ്ങനെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മാസവും പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ഡബിൾ മാർക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു. ആ പ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങൾക്ക് കാർഡിൽ ഡബിൾ മാർക്ക് കാണാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അന്ന് ഞങ്ങൾ അനുഭവിച്ച സന്തോഷം എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്തതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് ജൂൺ 15 കിട്ടിയത്. അപ്പം അതിനുശേഷമുള്ള പുതുക്കലിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ നിയോഗം വെച്ചു, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് അപ്പം ജൂൺ 15 ചേർന്ന് വരുന്ന ഒരു ഡേറ്റാണ് ജൂൺ 13 അന്തോണിസ്നേഹാളച്ചൻ്റെ തിരുനാൾ ദിവസമാണ്. അപ്പം ഞാനിങ്ങനെ നിയോഗം വെച്ചു, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ജൂൺ 13 നോർമൽ ഡെലിവറിയിലൂടെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടുള്ളൊരു ആൺകുഞ്ഞാവെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഇങ്ങനെ നിയോഗം വെച്ചു. അപ്പം ഞാനിങ്ങനെ ആൺകുഞ്ഞാവെന്ന് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹെലികോപ്റ്ററിൽ വെതർ റഡാർ പോലെയുള്ള ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഹൈലി റേഡിയേഷനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പം ഞങ്ങളുടെ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന മാക്സിമം ആൾക്കാർക്ക് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവാറില്ല.
അപ്പോൾ അത് സയൻറ്റിഫിക്കലി ശരിയാണെന്ന് അറിയത്തില്ല, അങ്ങനെ ഞങ്ങളുടെ ഫ്ലീറ്റിൽ പറയാറുമുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കണേന്ന് ഇങ്ങനെ വെച്ചത്. അപ്പം അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് നോർമൽ ഡെലിവറിയിലൂടെ പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു ആൺകുഞ്ഞാവെ തന്നെ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജൂൺ 13 എന്നുള്ള ഡേറ്റ് ഞാൻ വെച്ചത്, പക്ഷേ ജൂൺ 4 അവൻ വന്നത്. അത് പക്ഷേ എനിക്ക് നേരത്തെ തന്നെ മാതാവ് എനിക്ക് അത് കാണിച്ചു തന്നിരുന്നു, ജൂൺ 4 എന്നുള്ള ഡേറ്റ്. കാരണം ഞാൻ ഡെലിവറി ഡേറ്റ് എന്നായിരിക്കും എന്നറിയാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിലെ ഗ്യാലറിയിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഫോട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്ത ദിവസം 2024 ജൂൺ 4 ആയിരുന്നു. അപ്പം ജൂൺ 4 തന്നെ ആയിരിക്കും ഡെലിവറി എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അപ്പോൾ അത് ഞാൻ അന്ന് തന്നെ വൈഫിനോട് പറഞ്ഞു, ജൂൺ 4 ആയിരിക്കും നമുക്ക് കുഞ്ഞാവ ഉണ്ടാകുന്നതെന്ന്. അതുപോലെ തന്നെ 2025 ജൂൺ 4 ഇവൻ ഉണ്ടായത്. അപ്പം അതായത് 2024 ജൂൺ 4 ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്ത പുറത്തിറങ്ങി മാതാവിൻ്റെ രൂപം ആണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അപ്പം അതേ ഡേറ്റിൽ ഒരു വർഷത്തിന് ശേഷം അതേ സമയം, ഏകദേശം ഇവൻ്റെ ഡെലിവറി സമയം 14:55, അതായത് 2:55 ആയിരുന്നു. അപ്പോൾ അതേ സമയം തന്നെ ഒരു വർഷത്തിന് ശേഷം അതേ ദിവസം ഞങ്ങൾക്ക് കുഞ്ഞാവയെ തന്ന് അനുഗ്രഹിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന് തെളിയിക്കാനുള്ള കാരണങ്ങളായി ഞങ്ങൾ കരുതുന്നു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞു, അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ പക്ഷേ ഞങ്ങളുടെ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി ടൈമിലാണെങ്കിലും ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിരുന്നു. അതിൽ ഒന്നാമതായിട്ട് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ ഈ പ്ലാസൻ്റയുടെ വലിപ്പം കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കാമെന്നും 7-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 37-ാമത്തെ ആഴ്ച തന്നെ കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞങ്ങൾ കുറച്ച് വിഷമിച്ചു. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ചെക്കപ്പിന് പോകുമ്പോഴും ഒക്കെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വയറ്റിൽ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചും നിരന്തരം വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചും വചനക്കൊന്ത ചൊല്ലിയും ഒക്കെയാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് 7-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ലെന്നും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആയിരുന്നു. പിന്നെ വേറൊരു പരീക്ഷണം ഞങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് ജൂൺ 15 തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ ലാസ്റ്റ് വരെ അങ്ങനെ ഒരു 35 ദിവസത്തെ ലീവായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഞാനങ്ങനെ ഓഫീസിൽ ലീവ് പ്ലാൻ കൊടുക്കുകയും അത് അപ്രൂവ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം മെയ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാകുന്നതും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ലീവെല്ലാം ക്യാൻസൽ ആവുകയും ലീവിന് ഓൾറെഡി ആയിരിക്കുന്നവരെ തിരിച്ച് ഡ്യൂട്ടിക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ആറ്റുനോറ്റുണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ കൂനിന്മേൽ കുരു എന്ന പോലെ എനിക്ക് ആ സമയത്ത് ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഞങ്ങളുടെ 5 വർഷത്തെ ടെന്യൂറിൽ 1 മാസമൊക്കെ വരുന്ന ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ പ്രൊഫഷണൽ പണികൾക്ക് പുറമെ ഇങ്ങനെ സെക്യൂരിറ്റി റിലേറ്റഡ് ഡ്യൂട്ടി ചെയ്യേണ്ടതായി വരും. കറക്റ്റ് എനിക്ക് ആ മെയ് മാസത്തിൽ സെക്യൂരിറ്റി റിലേറ്റഡ് ഡ്യൂട്ടി ചെയ്യേണ്ട വന്നു. അതായത് ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന് പറഞ്ഞ ഒരു ടീമിൽ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. അതായത് ഞങ്ങളുടെ എയർഫോഴ്സ് സ്റ്റേഷനിൽ എന്ത് സെക്യൂരിറ്റി ത്രെറ്റ് വന്നാലും ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് ഞങ്ങളായിരിക്കും. അപ്പം ആ ഒരു ഡ്യൂട്ടി വന്നു. അപ്പം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്ക് നേരെ മിസൈൽസ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചണ്ഡീഗഡ് എയർബേസിന് നേരെയൊക്കെ മിസൈൽസും ഡ്രോൺസും ഒക്കെ നിരന്തരം അവർ വിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് വെപ്പൺസുമായിട്ട് ഡ്രോൺ എങ്ങാനും ഞങ്ങളുടെ എയർബേസിൽ കടന്നു കഴിഞ്ഞാൽ ഞങ്ങളതിനെ വെടിവെച്ച് വീഴ്ത്തണം ആയിരുന്നു. അപ്പം ഞാൻ ആകെ വിഷമിച്ചു. കാരണം ആറ്റുനോറ്റൊരു കുഞ്ഞാവ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാവയുടെ മുഖം പോലും കാണാതെ ഇവരെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് എനിക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒട്ടും വിചാരിച്ചില്ല. കാരണം പ്രശ്നം ദിവസം തോറും ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസം ചെല്ലും തോറും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നുള്ള വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിരന്തരം ഡ്യൂട്ടി റൂമിൽ പോലും ഉടമ്പടിത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് നിരന്തരം മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മെയ് പകുതിയോടുകൂടെ അത്ഭുതകരമായിട്ട് സീസ് ഫയർ പ്രാബല്യത്തിൽ വരികയും ഞങ്ങളുടെ ലീവൊക്കെ നോർമൽ ആവുകയും ഞാൻ പ്ലാൻ ചെയ്തതുപോലെ 35 ദിവസത്തെ ലീവ് എനിക്ക് പോരാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ ഡെലിവറി ടൈമിലും എല്ലാം കുഞ്ഞിൻ്റെ കൂടെ ഡെലിവറി കഴിഞ്ഞും 2 ആഴ്ച നിൽക്കാൻ പറ്റി. അങ്ങനെ വലിയൊരു അനുഗ്രഹം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് മേടിച്ചു തന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഞങ്ങൾക്ക്
പിന്നീട് കുറച്ച് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് ജൂൺ 2-ാം തീയതി ആയിരുന്നു വൈഫിൻ്റെ അഡ്മിഷൻ. 3-ാം തീയതി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്ന് വെച്ചിട്ട് പെയിൻ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫോളിസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അവളുടെ ഫ്ലൂയിഡ് ലീക്ക് ആയായിരുന്നു. അപ്പം പക്ഷേ രാത്രി ആയതുകൊണ്ട് പ്രൊസീജിയർ ബാക്കി ചെയ്തില്ല. രാവിലെ ലേബർ റൂമിൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി മുഴുവൻ ഇവൾ വേദന ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റാതെ പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം 4-ാം തീയതി രാവിലെ ലേബർ റൂമിൽ കയറ്റിയെങ്കിലും മണിക്കൂറുകൾ കടന്നു പോയിട്ടും ഞാനും അമ്മയും ലേബർ റൂമിന് പുറത്തുനിന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കടന്നു പോകുന്നെങ്കിലും കുഞ്ഞ് പുറത്ത് വരുന്നില്ലായിരുന്നു. അതായത് 10-ആയി 11-ആയി 12-ആയി കുഞ്ഞ് പുറത്ത് വരുന്നില്ല. ഞങ്ങളാകെ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആദ്യം ഇവളുടെ ഈ കാശ് ഞാൻ ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പേ കാശ് കൊടുത്തപ്പം അവൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തന്നു. കാരണം പെയിൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ എന്നുള്ള പേടിയുന്നുണ്ട് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ വൈകുന്നത് കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാശ് പുറത്ത് ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചു. സിസ്റ്ററെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ ഒട്ടിച്ചെങ്കിലും വെക്കണേന്ന് പറഞ്ഞ് ആ കാശ് കൊടുത്തു വിട്ടു. അപ്പം സിസ്റ്റർ അവളുടെ ഹോസ്പിറ്റൽ ബാൻഡിൽ ഈ കാശ് ഒട്ടിച്ചു വെച്ചു. അങ്ങനെ എന്തായാലും പിന്നെ ഞാൻ 12-ആയി 1-ആയി 2-ആയി 2 മണിയായിട്ടും കുഞ്ഞ് പുറത്ത് വരുന്നില്ല. ഫ്ലൂയിഡ് ഓൾറെഡി ലീക്ക് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം കുഞ്ഞിന് അധികം നേരം അങ്ങനെ സേഫായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഒരുപാട് നേരം. അപ്പം ആകെ ടെൻഷൻ അടിച്ചു. പിന്നെ ഞാനങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും കരുണയുടെ മണിക്കൂറായ 3 മണിക്ക് മുമ്പ് തന്നെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞാവേ ഞങ്ങൾക്ക് തരണേന്ന്. അപ്പം പക്ഷേ എനിക്ക് അധികം ടെൻഷൻ അങ്ങനെ ഭയങ്കര സാധാരണ ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലായിരിക്കുമ്പം എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും എന്തോ ഒരു ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ധൈര്യം എനിക്ക് ആ സമയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ടെൻഷൻ എന്തോ മാതാവ് ഇടപെട്ടോളും അത് നടത്തിക്കോളും എന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് പിടിച്ച് നിൽക്കത്തില്ല. ഭയങ്കരമായിട്ട് ഇത്ര നേരമായി കുഞ്ഞ് ഓൾറെഡി ഫ്ലൂയിഡ് ലീക്കായി, കുഞ്ഞെങ്ങനെയാണോ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, വെളി വരുമ്പോൾ എങ്ങനെ വല്ല നോർമലായിട്ട് കിട്ടുമോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് കറക്റ്റ് 3-2 അതായത് ഞാൻ കരുണക്കൊന്ത 3 മണിക്ക് എല്ലാം പറ്റുമ്പോഴെല്ലാം 3 മണിക്ക് ചെല്ലാറുണ്ട്. കരുണക്കൊന്ത എടുത്ത് ആദ്യത്തെ രഹസ്യം ചൊല്ലാൻ തുടങ്ങിയപ്പോഴേ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ആൺകുഞ്ഞാവയാണ്. ആ സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ അവൻ്റെ ഡെലിവറി സമയം 2:55 അപ്പോൾ 3 മണിക്ക് മുമ്പ് തന്നെ അവൻ്റെ ഡെലിവറി ആവുകയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അവനെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹത്തിന് തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിൽ അവന് TSH നോർമലായിരുന്നില്ല. അപ്പം വൈഫിന് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ഞാൻ ആകെ ടെൻഷനായി, കൊച്ചിനും ഇനി തൈറോയിഡിൻ്റെ ഇഷ്യൂ വല്ലതും ആണോ, ഭയങ്കര ഒരു വിഷമത്തിലായി. അത് കഴിഞ്ഞ് 2-ാം പ്രാവശ്യം അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് എടുത്ത് നോക്കി, അപ്പോഴും TSH നോർമലായിരുന്നില്ല. അപ്പം ഞാൻ ആകെ നിരാശനായി, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ എങ്ങനെയെങ്കിലും കൊച്ചിനെ TSH നോർമലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. തിരുരക്തം കൊണ്ട് കഴുകി അവന് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഡിസ്ചാർജിന് മുമ്പ് 3-ാം പ്രാവശ്യം ബ്ലഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് TSH നോർമലായിരുന്നു. ഈ വലിയ സൗഖ്യം അമ്മ വഴി കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു പരീക്ഷണം നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം ഇവന് പ്രായമുള്ളപ്പോൾ ഇവനൊരു പനി വന്നതിന് ശേഷം ഇവനെ പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് നോക്കിയപ്പം പറഞ്ഞു ഇവൻ്റെ ആൻറ്റീരിയർ ഫോണ്ടിനുള്ള ഗ്യാപ്പ് കുറച്ച് കുറവാണ്, MRI ചിലപ്പോൾ ചെയ്യേണ്ടി വരും, സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി. ഞങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഉടമ്പടി ഉഴപ്പുമൊക്കെ ചെയ്തു. കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉഴപ്പുന്ന ഒരു ആ രീതിയിലായിപ്പോയി. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ, ഉറക്കവും ശരിയാകാത്ത കൊണ്ടാണോ എന്താണെന്നറിയാം, പിന്നെ വഴക്കുമൊക്കെ ഉണ്ടായി, പ്രാർത്ഥനയൊക്കെ ഉഴപ്പി. അതുകൊണ്ടാണോ ഞങ്ങളെല്ലാ ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. അപ്പം അവന് വേണ്ടി പ്രാർത്ഥിക്കാതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനൊരു പരീക്ഷണം തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ ശരിക്കും പിന്നെ തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2-ാമത്തെ പ്രാവശ്യം വേറൊരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ ഗ്യാപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഇതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, യാതൊരു കുഴപ്പമില്ല, കുഞ്ഞിനൊരു കുഴപ്പമില്ല, MRI വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു.
ഇതും അമ്മ കർത്താവ് വഴി ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു വലിയ അനുഗ്രഹം. ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയതുപോലെ ഞങ്ങൾ ആറ്റുനോറ്റം ഉണ്ടായൊരു കൊച്ചിന് ഇങ്ങനൊരു പ്രശ്നം, അതായത് ഈ സർജറി കൊച്ചിന് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഈ സ്നേഹം കൊച്ചുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു അതായത് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ ഈശോയോട് പിതാവായ ദൈവത്തിനുള്ള സ്നേഹം, ഈശോ അനുഭവിച്ച ആ പീഡകളുടെയൊക്കെ വിലയൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം അവൻ്റെ ദേഹത്ത് സർജറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റിയൽ ആ ഒരു പെയിൻ മനസ്സിലാക്കാൻ സാധിച്ചു. ആകെ തകർന്നു പോയ അവസ്ഥയിൽ നിന്നും അമ്മ മാതാവ് ഞങ്ങളെ കരകയറ്റി. ഇത്രയധികം നന്മകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചണ്ഡീഗഡ് ആയതുകൊണ്ട് അവിടെ മദർ തെരേസ ചാരിറ്റബിൾ സിസ്റ്റേഴ്സ് മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അവിടെ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ സാധിക്കുമ്പോഴെല്ലാം പോകാറുണ്ട്, അവരുമായിട്ട് സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചണ്ഡീഗഡിൽ നമ്മുടെ ഞങ്ങളുടെ സീറോ മലബാർ മലയാളം കുർബാന ഒക്കെയുള്ള പള്ളിയുണ്ട്. അപ്പം ദിവസവും എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. ദിവസവും വൈകിട്ട് കുർബാനയുണ്ട്, നമ്മുടെ മലയാളം കുർബാനയുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിലും ഇഷ്ടംപോലെ മലയാളി അച്ഛന്മാരുണ്ട്. അപ്പം ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ നല്ല സൗകര്യമുണ്ട്. പിന്നെ പള്ളിയിൽ വരുന്ന അനാഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാനാണെങ്കിൽ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ, പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. വിൻ്ററൊക്കെ വന്നപ്പം കമ്പിളിയാണെങ്കിലും സ്വെറ്ററാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും ഒക്കെ മേടിച്ചു കൊടുത്ത് അവിടങ്ങളിലെ പള്ളികളിലും പിന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ രോഗികൾക്കൊക്കെ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കെല്ലാം കൃപാസനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടും അവർക്ക് ഈ പത്രമൊക്കെ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അമ്മയെ വിളിച്ച് അത് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാഫിക്കിൽ ചണ്ഡീഗഡിലൊക്കെ സിഗ്നൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ട്രാഫിക്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സമയം പെട്ടെന്ന് കുറവാണെങ്കിൽ അപ്പം പോലും മാതാവിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ട്രാഫിക്കെല്ലാം എനിക്ക് ക്ലിയറായി കിട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട്. CL ലോറൻസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള് ഏഞ്ചൽ ലോറൻസ്, ഇത് എൻ്റെ മകള് അലീന ലോറൻസ്. ഞാൻ 17/5/2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജോലി സ്ഥലത്ത് ഞാനൊരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ. പെട്ടെന്ന് 17 പേരെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ എപ്പോഴും കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ മാസത്തിൽ ഞങ്ങൾക്ക് എന്നെ ജോലിയിൽ നിന്ന് പിടിച്ചു വിടാനായിരുന്ന എനിക്ക് ഡെപ്യൂട്ടി മാനേജറായിട്ട് പ്രൊമോഷൻ തരികയായിരുന്നു. അങ്ങനെ എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി. അതിനുശേഷം ഈ ഡിസംബർ 31 എൻ്റെ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ എന്നെ അവിടെ ജോലിയിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ട് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവൾ ഓഗസ്റ്റ് മാസം അവസാനമായിട്ട് അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനി 7-Eleven എന്ന അമേരിക്കൻ കമ്പനിയിൽ അപ്രൻറ്റീസായിട്ട് ജോലി കിട്ടി. അത് 6 മാസത്തേക്കായിട്ടാണ് ജോലിയിൽ എടുത്തിട്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഡിസംബർ മാസം 6 മാസം 3-ാം മാസം തന്നെ അവൾക്ക് ആ ജോലി സ്ഥിരപ്പെടുത്തി. എൻ്റെ രണ്ടാമത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്ന് 17/1/2025 ഞാൻ ഉടമ്പടി പുതുക്കി. എൻ്റെ രണ്ടാമത്തെ മകള് സെക്കൻഡ് ഇയർ PUC PCMB സബ്ജക്റ്റാണ് എടുത്തിരുന്നത്. അവൾക്ക് ഫിസിക്സ് പരീക്ഷ ഭയങ്കരമായിട്ടുള്ള പ്രയാസമായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നു. 80% മാർക്കോട് കൂടി അവൾക്ക് പാസ്സാവാനായിട്ട് കഴിയുകയും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഒരു ജോനാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും എനിക്ക് പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ ശിവാജിനാറിൽ ദേവാലയമുണ്ട്, അവിടെ പോയി
നടന്ന് 15 കിലോമീറ്ററോളം നടന്നു പോയി പ്രാർത്ഥിക്കാറാണ് എല്ലാ പ്രാവശ്യവും സെക്കൻഡ് സാറ്റർഡേസുകളിൽ. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ എൻ്റെ സാക്ഷ്യം കണ്ടിട്ട് അവിടെ നടന്നുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, അങ്ങനെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ 25ാം വിവാഹ വാർഷികമായിരുന്നു. അപ്പോഴെനിക്ക് വിവാഹത്തിന് സമാനമായിട്ട് കിട്ടിയ ഒരു കൊന്ത മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഓഗസ്റ്റ് 15 അത് മാണ്ഡ്യ രൂപതയുടെ കീഴിൽ 25 വർഷം വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും 50ാം വിവാഹം വാർഷിക്കുന്നവർക്കുമൊക്കെ ഒരു ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിൻ്റെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ 25 വർഷമായിട്ട് ഞാൻ കൊണ്ടുവന്ന് നടന്നിരുന്ന മോതിരം കാണാതെയായി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റിൽ ഫ്ലഷ് ശരിക്കും വർക്കാവാതുകൊണ്ടിരുന്നുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ വെള്ളം ബക്കറ്റിൽ കോരി ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ 19-ാം തീയതി എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കും, അതിനുശേഷം കുർബാനയിൽ സംബന്ധിക്കും. അങ്ങനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 19-ാം തീയതി ഞാനിതുപോലെ വളരെ വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന 5:30 മണിക്ക് കൂടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് മാതാവേ ഒന്നും എൻ്റെ 25ാം വാർഷികമായിട്ടൊന്നും എനിക്ക് വേണ്ട, എൻ്റെ നഷ്ടപ്പെട്ടു പോയ മോതിരം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കൂടാനായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മിസ്സസ് പെട്ടെന്ന് വിളിച്ചു, ചേട്ടാ പെട്ടെന്ന് ഓടി വാ ടോയ്ലറ്റിലേക്ക്. അപ്പോൾ 5 ദിവസമായിട്ട് നഷ്ടപ്പെട്ട മോതിരം ഈ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ പല പ്രാവശ്യം ഫ്ലഷ് ചെയ്തിട്ടും നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ചു കിട്ടി. അതേപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അമ്മ അനുദിനം തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മിസ്സസ് ഒരു ജർമ്മൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ കമ്പനി വേറെ ഡച്ച് കമ്പനിയായിട്ട് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. അതുമെല്ലാം അമ്മ കൃത്യമായിട്ട് ഓരോ ഉടമ്പടി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, അനുദിനം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറ്റുന്നപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഞങ്ങൾ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കുർബാന സംബന്ധിക്കും, ഡെയിലി കുർബാനയിൽ സംബന്ധിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ പത്രം ഞങ്ങൾ കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ളത് വാങ്ങിക്കൊണ്ട് ഞങ്ങളെല്ലാവർക്കും അത് വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അനാഥാലയങ്ങൾ സന്ദർശിക്കുക, അതുപോലെ അനാഥ കുട്ടികളെ അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുക എല്ലാം ചെയ്യുന്നു. ഞാൻ പള്ളിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ അവിടെ ധ്യാനം സംഘടിപ്പിക്കുക, 1 ഡേ റിട്രീറ്റെല്ലാം ഞാൻ തന്നെയാണ് നേതൃത്വം എടുത്തിട്ട് അതിൻ്റെ എല്ലാ സ്പോൺസർഷിപ്പും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ഇടവക മാണ്ഡ്യ രൂപതയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് TC പാളയിലാണ് ഞങ്ങൾ. എൻ്റെ ഭാര്യയായിരുന്നാലും 9 വർഷത്തോളം ഞങ്ങൾ അവിടുത്തെ പാരിഷ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. അനുദിനം എന്നെ ലജ്ജിക്കാതെ മാതാവും അതുപോലെ തന്നെ ഈ തിരുക്കുമാരനും വഴി നടത്തിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി